السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. وما توفيق إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيرتي أدركني يا رسول الله يا حبيب الله. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെല്ലാം നമ്മൾ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു ദിവസം എല്ലാ രാവുകളിലും പുണ്യനബി തങ്ങൾ താമസിക്കുന്ന ആ വാതിലിൻ്റെ അടുക്കൽ രാത്രി നേരത്തെ അവിടെ കഴിച്ചുകൂട്ടും. റബീഅത്ത് റളിയല്ലാഹു അൻഹു, റബീഅത്ത് ഇബ്നുൽ കഅബുൽ അസ്ലമി റളിയല്ലാഹു അൻഹു, ആ മഹാനായ സ്വഹാബി വര്യൻ റസൂലുള്ളാഹി തങ്ങളെ ഒരു സേവകനാണ് എന്ന് മാത്രമല്ല, മദീനത്തെ പള്ളിയിലെ ഒരു ദർസ് വിദ്യാർത്ഥി കൂടിയാണ്. മുത്തുനബി തങ്ങളെ സേവകനുമാണ്, മുത്തുനബി തങ്ങളെ മുതഅല്ലിമുമാണ്. അള്ളാഹു അവരെയൊക്കെ പറയുന്നത് കൊണ്ട് നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. ആ മഹാനുഭാവൻ എല്ലാ രാവിലെ നബിതങ്ങൾ തഹജ്ജുദിന് എഴുന്നേൽക്കുമ്പോൾ നബിതങ്ങൾക്ക് ഒളു എടുക്കാനുള്ള വെള്ളം എടുത്തു കൊടുക്കാൻ വേണ്ടി നേരത്തെ അവിടെ ശ്രദ്ധ പിടിക്കും. അവിടെ ഉണ്ടാകും, ആ വാതിലിൻ്റെ അടുക്കൽ ഉണ്ടാകും റബീഅത്ത് റളിയല്ലാഹു. ഏത് തണുപ്പുള്ള രാത്രിയിലാണെങ്കിലും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ദിവസങ്ങളോളം ഈ ഒരു സേവനം മഹാനബികൾ ചെയ്യും. അങ്ങനെ ഒരു ദിവസം നബി തങ്ങൾക്ക് ഒളു എടുക്കാനുള്ള വെള്ളം മഹാനായ റബീഅത്ത് റളിയല്ലാഹുവിന് കൊടുക്കുമ്പോൾ മുത്തുനബി തങ്ങൾ ചോദിച്ചു, സൽനി, എന്നോട് ചോദിച്ചോളൂ, എന്താ വേണ്ടത്, എന്താ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾ എനിക്ക് ഒരുപാട് സേവനം ചെയ്യുന്നുണ്ട്, എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചോളൂ. അപ്പോൾ റബീഅത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, അസ്അലുക മുറാഫതക ഫിൽ ജന്ന, അസ്അലുക, നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, മുറാഫഖതക ഫിൽ ജന്നത്തി, സ്വർഗത്തിൽ അങ്ങയോടൊപ്പം ഒരു സീറ്റ്, അങ്ങയുടെ കൂട്ടിന് അങ്ങയുടെ അടുക്കൽ ഒരു ഇരിപ്പിടം എനിക്ക് വേണം നബിയെ. അല്ലാഹു റസൂൽ പറഞ്ഞു, അവ ഗൈറ ദാലിക, ഇതല്ലാതെ വേറെന്തെങ്കിലും ഉണ്ടോ? ഇതൊരു വലിയൊരു കാര്യമാണല്ലോ, ഇതല്ലാതെ വേറെന്തെങ്കിലും അങ്ങക്ക് ചോദിക്കാനുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, റബീഅത്ത് റളിയല്ലാഹു പറയാണ്, വദാക്ക, എനിക്കത് മതി, വേറൊന്നും എനിക്ക് വേണ്ട. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അവരോട് പറഞ്ഞെന്താ അറിയോ? ഫഅഇന്നി അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്, ധാരാളം സുജൂദുകൾ വർദ്ധിപ്പിച്ചിട്ട് നിങ്ങൾ എന്നെ സഹായിക്കണം. നിങ്ങൾക്ക് ഞാൻ അത് സാധിപ്പിച്ചു തരാം, പക്ഷേ നിങ്ങൾ എന്നെ എങ്ങനെ സഹായിക്കണം? സുജൂദ് വർദ്ധിപ്പിച്ചിട്ട് എന്നെ സഹായിക്കണം. സുജൂദ് അല്ലാഹ്ക്കാണ്, പിന്നെന്തിനാണ് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞത്? അഴിനി, താങ്കൾ അങ്ങനെ ഒരുപാട് സുജൂദ് ചെയ്താൽ താങ്കൾക്ക് ഞാൻ ആ സ്വർഗത്തിലെ സീറ്റ് വാങ്ങിത്തരാൻ എനിക്ക് കഴിയും. താങ്കൾ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണല്ലോ അങ്ങനെ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ എന്നെ സഹായിക്കണം. എന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിലൊരു സീറ്റ് നിങ്ങൾക്ക് ഞാൻ എൻ്റെ കൂടെ, അവരൊക്കെ സ്വർഗത്തിൽ പോകുന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. പിന്നെ എന്താണ് അവർ ചോദിക്കുന്നത്? അടുത്ത ഒരു സീറ്റ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അടുത്തൊരു സീറ്റ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മളൊക്കെ ആഗ്രഹം എന്താ പ്രിയപ്പെട്ടവരെ? സ്വർഗം കിട്ടണം എന്നാണ് നമ്മളെപ്പോഴും ദ്വാരക്കാറുള്ളത്, അല്ലേ? നമ്മൾ ആരെങ്കിലും ഇങ്ങനെ ആഗ്രഹിക്കാറുണ്ടോ? ആ സ്വഹാബി വര്യന്മാരൊക്കെ ആഗ്രഹിച്ച എന്താ? മുത്തുനബി തങ്ങൾ ഇരിക്കുന്നിടത്തൊരു സീറ്റ്. ഓ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. അപ്പോൾ സുജൂദിൻ്റെ ഒരു പ്രസക്തിയാണല്ലോ ഇവിടെ മനസ്സിലാകുന്നത്.
ഇതുപോലെ മഹാനായ സൗബാൻ റളിയല്ലാഹുവിൻ്റെ ഒരു ചരിത്രം സംഭവം തഫ്സീറിലൊക്കെ വിശദമായിട്ട് കാണാം. ഒരു ദിവസം അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ദുഃഖിതനായി വരികയാണ്. സൗബാൻ റസൂലുള്ളാഹിൻ്റെ ഒരു അടുത്ത ഇതുപോലെ ഒരു പരിചാരകനാണ്. വളരെ അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ നിറം മാറിയിട്ടുണ്ട്. എല്ലാം ഒരു വല്ലാത്തൊരു രോഗിയായ പോലെ വരികയാണ്. റസൂലുള്ളാഹി ചോദിച്ചു, നിങ്ങൾക്ക് രോഗം എന്തെങ്കിലും ഉണ്ടോ സൗബാൻ? ഇല്ല നബി, എനിക്ക് രോഗമൊന്നുമില്ല. ഞാൻ വല്ലാതെ ചിന്തിച്ചു, അങ്ങ് വഫാറ്റായി പോയാൽ അങ്ങ് പരലോകത്ത് സ്വർഗത്തിൽ ഉന്നതമായ പദവിയിലാണ് ഉണ്ടാവുക. പക്ഷേ എനിക്ക് അങ്ങയോടൊപ്പം സ്വർഗത്തിൽ വസിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ അങ്ങും ഞാനും സ്വർഗത്തിൽ നമ്മുടെ വ്യത്യസ്തമായ പദവിയിലായിരിക്കുമല്ലോ ഉണ്ടാവുക. അങ്ങ് വലിയ പദവിയിലായിരിക്കും ഉണ്ടാവുക. എനിക്ക് അങ്ങയോട് അടുക്കൽ എത്താൻ പറ്റുമോ? അങ്ങയെ കാണാൻ പറ്റുമോ? ഇന്നിപ്പോൾ അങ്ങയെ കാണാനും അങ്ങയോടെ കൂടെ ഇരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അത് പരലോകത്ത് പറ്റുമോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു സമാധാനവും കിട്ടിയില്ല നബിയെ. അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു എൻ്റെ ശരീരത്തിലും എൻ്റെ മുഖത്തിലുമൊക്കെ ഈ ഒരു അവസ്ഥ പ്രത്യക്ഷപ്പെടാനുള്ള കാരണം എന്ന് സൗബാൻ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ, അപ്പോഴാണ് ഖുർആൻ ഇറങ്ങിയത്. വമയ്യുത്തിഇല്ലാഹ വറസൂല ഫൗലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ എന്ന സൂറത്തു നിസാഇൻ്റെ 69 70 ആയത്തുകൾ ഇറങ്ങിയത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് എന്നാണ് ഇമാം ഖുർത്തുബിയും ഇമാം ഇബ്നു കസീറും ഇമാം റാസിയും തുടങ്ങിയ ഒരുപാട് മുഫസ്സിറുകൾ, അവരെയൊക്കെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, രേഖപ്പെടുത്തിയത്. എന്താണ്? അള്ളാഹുവിനെ അനുസരിച്ചാൽ, റസൂലിനനുസരിച്ചാൽ ആ കൂട്ടം ആളുകൾ അള്ളാഹു അനുഗ്രഹിച്ച പ്രവാചകന്മാരുടെയും അതുപോലെ സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും കൂടെയാണ് അവരുടെ ഇരിപ്പിടം, അവരവിടെ കൂടെ ഉണ്ടാവും എന്നുള്ള ആയത്തിറങ്ങിയപ്പോൾ മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹുവിന് സമാധാനമായി. സൗബാൻ റളിയല്ലാഹു അൻഹുവോടും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തുന്നുണ്ട്. അലൈക ബികസീറ സുജൂദ്, നിങ്ങൾ ധാരാളം സുജൂദുകൾ വർദ്ധിപ്പിക്കണം. ഫഇന്നക ലൻ തസ്ജുദ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്ന സുജൂദാവട്ടെ. ഫഇന്നക ലൻ തസ്ജുദ ലില്ലാഹി സജദതൻ ഇല്ലാ റഫഅക അല്ലാഹു ബിഹാ ദറജ, നിങ്ങൾ ചെയ്യുന്ന ഓരോ സുജൂദും അല്ലാഹു നിങ്ങളെ പദവി ഉയർത്തും. വഹത്തഅൻക ബിഹാ ഖതിയതൻ, നിങ്ങളുടെ ദോഷങ്ങൾ അല്ലാഹു പൊറുക്കും. അത്രയും വലിയ ഒരു ഇബാദത്താണ് സുജൂദ്. 7 അവയവം നിർബന്ധമായും നിലത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മൾ സമർപ്പിക്കപ്പെടുന്ന ഒരു ഘട്ടമാണല്ലോ സുജൂദ്. മാത്രമല്ല, അള്ളാഹുവിലേക്കൊരു മനുഷ്യൻ ഏറ്റവും അടുക്കാനും അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കാനും പറ്റുന്ന ഒരു ഇബാദത്ത് കൂടിയാണ് സുജൂദ്. വിവിധങ്ങളായ സുജൂദുകൾ ഉണ്ടെങ്കിലും നിസ്കാരത്തിൽ നമ്മൾ ചെയ്യുന്ന സുജൂദ്, അതുപോലെ നമ്മൾ നിർവഹിക്കപ്പെടുന്ന ഖുർആൻ ഓതുമ്പോഴുള്ള തിലാവത്തിൻ്റെ സുജൂദ്, അതുപോലെ ശുക്റിൻ്റെ സുജൂദ്, എന്തെങ്കിലും വലിയ ഒരു അത്ഭുതകരമായൊരു കാര്യം കണ്ടാൽ അവിടെ നമ്മൾ ചെയ്യുന്ന സുജൂദ്, ഇതൊക്കെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ധാരാളം സുജൂദുകൾ വർദ്ധിപ്പിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഇതുപോലെയുള്ള അറിവുകൾ നമ്മളെ സുഹൃത്തുക്കളിലേക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങളൊക്കെ ഷെയർ ചെയ്ത് ഇതിനോട് സഹകരിക്കണം. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ആർക്കെങ്കിലുമൊക്കെ നന്മ കിട്ടട്ടെ. ആരെങ്കിലുമൊക്കെ ഇതുകൊണ്ട് നല്ല കാര്യങ്ങളുമായി മുന്നോട്ട് പോയാൽ നാം വലിയ ഭാഗ്യവാന്മാരാ. എല്ലാവരോടും ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുന്നു. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.